അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം, അതിലെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോ ചോദ്യത്തിൻ്റെയും നേർക്ക് നമുക്ക് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ ഓപ്ഷൻ്റെ നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഓപ്ഷൻസ്: പെരുന്നാൾ നിസ്കാരം, ഇസ്തിഹാറത്ത്, ലുഹ. ശരി ഉത്തരം പെരുന്നാൾ നിസ്കാരം. 2. ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഓപ്ഷൻസ് നോക്കൂ. സഹവിന്റെ സുജൂദ്, ശുക്രിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. ശരി ഉത്തരം ശുക്രിന്റെ സുജൂദ്. 3. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ. ഓപ്ഷൻസ്: കറാഹത്ത്, ഹറാം, ജായിസ്. ശരി ഉത്തരം കറാഹത്ത്. 4. നോക്കൂ. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയണം. ഓപ്ഷൻസ്: തഹജ്ജുദിന് ശേഷം, തറാവീഹിന് ശേഷം, വിത്തറിന് ശേഷം. ശരി ഉത്തരം വിത്തറിന് ശേഷം. 5. ചോദ്യം നോക്കൂ. നിസ്കാരത്തിന്റെ പുറത്ത് തിലാവത്തിന്റെ സുജൂദിന്റെ ഫർളുകൾ. ഓപ്ഷൻസ്: 3, 2, 4. ശരി ഉത്തരം 4. 6. ചോദ്യം. നിസ്കാരം നിർബന്ധമായത് രുബൂവത്തിന്റെ. ഓപ്ഷൻസ്: 10-ാം വർഷം, 11-ാം വർഷം, 13-ാം വർഷം. ശരി ഉത്തരം 10-ാം വർഷം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ ആ ബോക്സിൽ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ. 7. ഗ്രഹണ നിസ്കാരം. 8. വിത്ർ നിസ്കാരത്തിൽ പൂർണ്ണമായ രൂപം. 9. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ. 10. ലുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. 11. തറാവീഹ് നിസ്കാരം. ഇപ്പുറത്ത് നോക്കൂ. എ 10 റക്അത്ത്, ബി 8 റക്അത്ത്, സി 2 റക്അത്ത്, ഡി 20 റക്അത്ത്, ഇ 11 റക്അത്ത്. ഓരോന്നിന്റെയും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ നമുക്ക് എഴുതാം. 7. ഗ്രഹണ നിസ്കാരം. അതിന് ശരിയായത് സി 2 റക്അത്ത്, സി എന്ന് എഴുതുക. 8. വിത്ർ നിസ്കാരത്തിൽ പൂർണ്ണമായ രൂപം. ശരിയായത് ഇ 11 റക്അത്ത്. 9. മുഅക്കദായ റവാത്തിബ് സുന്നത്തുകൾ. ശരി ഉത്തരം എ 10 റക്അത്ത്. 10. ലുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ബി 8 റക്അത്ത്. 11. തറാവീഹ് നിസ്കാരം. ശരിയായത് ഡി 20 റക്അത്ത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ 3-ാമത്തെ പ്രവർത്തനം നോക്കൂ. പൂരിപ്പിക്കുക. 12. അദാനിന് നിയമിക്കപ്പെടുന്നവൻ ഡേഷ് അറിയുന്നവനാകണം. അവിടെ എഴുതേണ്ടത് സമയം. അദാനിന് നിയമിക്കപ്പെടുന്നവൻ സമയം അറിയുന്നവനാവണം. 13. സുബഹ് ഡേഷ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഫജറു സാദിഖ്. സുബഹ് അൽ ഫജറു സാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് വരെ ഡേഷിൽ അവസാന പകുതികളിൽ ഇഗ്തികാഫ് ചെയ്തിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് റമളാനിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് വരെ റമളാനിലെ അവസാന പകുതികളിൽ ഇഗ്തികാഫ് ചെയ്തിരുന്നു. 15. അത്താഴ സമയമാണ് ഡേഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. അവിടെ ശരിയായത് തഹജ്ജുദ്. അത്താഴ സമയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. 16. സൂര്യൻ ഉദിച്ചു പൊങ്ങിയത് മുതൽ ഡേഷ് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. അവിടെ പൂരിപ്പിക്കേണ്ടത് ലുഹർ. സൂര്യൻ ഉദിച്ചു പൊങ്ങിയത് മുതൽ ലുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം. 17. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക ഡേഷ് ബിഹൗലിഹി വഖുവ്വതിഹി. അവിടെ പൂരിപ്പിക്കേണ്ടത് സമഅഹു വബസറഹു. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. അടുത്ത പ്രവർത്തനം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. ഒരു റക്അത്തിൽ 2 റുക്കൂ ഉള്ള നിസ്കാരമേത്? ഉത്തരം ഗ്രഹണ നിസ്കാരം. 19. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലമേത്? ഉത്തരം മസ്ജിദുകൾ. 20. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കുന്നതിന്റെ വിധി. ഉത്തരം നിർബന്ധം. 21. മസ്ജിദുൽ ഹറാമിൽ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം. ഉത്തരം 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം.
22. നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഷെയ്ത്താൻ. ഉത്തരം ഖിൻസിബ്. 23. അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിച്ച സ്വഹാബി. ഉത്തരം ദുൽ യദൈനി റളിയല്ലാഹു അൻഹു. ഇനി നോക്കൂ അടുത്ത പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം അസ്സലാത്തു ലി അവ്വലി വക്തിഹാ. അതിന്റെ അർത്ഥം നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ. നിസ്കാരത്തിലല്ലാതെ അദാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? ഉത്തരം പ്രസവിച്ച കുഞ്ഞിന്റെ ഇരുചെവികളിലും യാത്രക്കാരന്റെ പിറകിലും. 26-ാമത്തെ ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാൻ ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്ക്? ഉത്തരം മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക്. 27-ാമത്തെ ചോദ്യം. ശുക്രിന്റെ സുജൂദ് സുന്നത്തുള്ള 2 സന്ദർഭങ്ങൾ എഴുതുക. ഉത്തരം അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ. 28-ാമത്തെ ചോദ്യം. മഅ്മൂം അബ്ഗാദ് സുന്നത്ത് മറന്നു ഒഴിവാക്കിയാൽ എന്തു ചെയ്യണം? ഉത്തരം ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. 29-ാമത്തെ ക്വസ്റ്റ്യൻ. ളുഹാ നിസ്കാരത്തിന്റെ സമയം ഏത്? ഉത്തരം സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞതു മുതൽ ഉച്ചയാകുന്നത് വരെ. 30-ാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങളിൽ 4 എണ്ണം എഴുതുക. ഉത്തരം മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. നിസ്കാരം. അതിനെക്കുറിച്ച് നമ്മൾ 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കണം. അതിന്റെ ഉത്തരം നോക്കൂ. നിസ്കാരം അല്ലാഹു തആലയുമായുള്ള മുനാജാത്താണ്. അല്ലാഹു തആലാക്ക് മുമ്പിൽ തന്റെ വിനയവും അടിമത്വവും ബോധിപ്പിക്കുന്ന ഇബാദത്താണ്. അത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 5 വഖത്ത് നിസ്കാരങ്ങൾ അല്ലാഹു തആല അടിമകൾക്ക് നിർബന്ധമാക്കി. അവ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു തആല കരാർ ചെയ്തിട്ടുണ്ട്. നുബൂവത്തിന്റെ 10-ാം വർഷം രജബ് 27 ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. മുസ്ലിമും മുക്കല്ലഫും ഹൈൽ നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിലെ 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മസ്ജിദിന്റെ മഹത്വം. അതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. നോക്കൂ. മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവനു വേണ്ടി നിർമ്മിക്കും. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 എണ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറ്റ് മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റു മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്റെ മസ്ജിദിലെ ഒരു നിസ്കാരം, അതായത് മസ്ജിദുൻ നബവി. മറ്റ് മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അക്സയിലെ ഒരു നിസ്കാരം. കൂട്ടുകാർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.